ഹായ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാം അയണൈസേഷൻ ഓഫ് ആസിഡ്സ് ആൻഡ് ബേസസ് എന്ന സെക്ഷനിലെ ഡിസോസിയേഷൻ ഓഫ് വീക്ക് ആസിഡ്, ഡിസോസിയേഷൻ ഓഫ് വീക്ക് ബേസ്, അതേപോലെ റിലേഷൻ കണക്റ്റിംഗ് ആസിഡ് ഡിസോസിയേഷൻ കോൺസ്റ്റന്റ്, ബേസ് ഡിസോസിയേഷൻ കോൺസ്റ്റന്റ്, ഇത്തരം കാര്യങ്ങളാണ്. അപ്പോൾ ആദ്യം ഡിസോസിയേഷൻ കോൺസ്റ്റന്റ് ഓഫ് വീക്ക് ആസിഡ് എന്താണെന്നുള്ളത് നോക്കാം. ഒരു വീക്ക് ആസിഡ് വാട്ടറിൽ ഡിസോൾവ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ വാട്ടറിലേക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് പാർഷ്യലായിട്ട് ചെറിയ ക്വാണ്ടിറ്റിയിൽ അത് ഡിസോസിയേറ്റ് ചെയ്യും. എന്നിട്ട് അതൊരു പ്രത്യേക എക്വിലിബ്രിയത്തിൽ എക്സിസ്റ്റ് ചെയ്യും. അപ്പോൾ ആ വീക്ക് ആസിഡിനെ HX എന്നാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യണമെന്ന് വിചാരിക്കാം. അതായത് കാണിക്കാൻ പറ്റും. ആസിഡിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യണം HX. അത് വാട്ടറിൽ H3O പ്ലസ് X മൈനസ്, വാട്ടറിൽ ഈ രീതിയിൽ ഇത് ഡിസോസിയേറ്റ് ചെയ്യും HX. ഇനി ഇതിന്റെ കേസിൽ നമ്മൾ പറയുന്നത് ഇനീഷ്യലി ഈ HXന്റെ കോൺസെൻട്രേഷൻ C ആയിരുന്നെങ്കിൽ, ഇനീഷ്യലി HXന്റെ കോൺസെൻട്രേഷൻ C ആണെങ്കിൽ ഇത് ഇനീഷ്യലി 0 ആയിരിക്കും, ഇതും 0 ആയിരിക്കും. കാരണം ഇനീഷ്യലി ഇത് തീരെ ഉണ്ടായിട്ടില്ല. ഈ രണ്ടെണ്ണം ഇനീഷ്യലി ഉണ്ടായിട്ടില്ല. ആ കാര്യം നമുക്ക് എഴുതാൻ പറ്റും. ഇനീഷ്യൽ കോൺസെൻട്രേഷൻ C, അതുപോലെ ഇത് 0, ഇത് 0. ഇനി എക്സ്റ്റെന്റ് ഓഫ് ഡിസോസിയേഷൻ അല്ലെങ്കിൽ ഡിഗ്രി ഓഫ് ഡിസോസിയേഷനെ നമ്മൾ ആൽഫ എന്നുകൊണ്ട് റെപ്രസെന്റ് ചെയ്യണം. അതിനാണെങ്കിൽ കോൺസെൻട്രേഷനിൽ ഉണ്ടാവുന്ന ചേഞ്ച്, ഒരു പ്രത്യേക ടൈം അനുസരിച്ച് കോൺസെൻട്രേഷനിൽ ഉണ്ടാവുന്ന ചേഞ്ചിനെ നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. ചേഞ്ച് അത് മൈനസ് C ആൽഫ ആയിരിക്കും ഇവിടെ ചേഞ്ച്, ഇവിടെ പ്ലസ് C ആൽഫ ആയിരിക്കും ചേഞ്ച്, ഇവിടെയും പ്ലസ് C ആൽഫ ആയിരിക്കും കോൺസെൻട്രേഷനിൽ ഉണ്ടാവുന്ന ചേഞ്ച്. ഇനി സിസ്റ്റം എക്വിലിബ്രിയത്തിൽ എത്തിയെന്ന് അസ്യൂം ചെയ്യാം. തുടക്കത്തിൽ ഇതിന്റെ കോൺസെൻട്രേഷൻ 0 ആയിരുന്നു, പിന്നെ ഇത് ഡിസോസിയേഷൻ സംഭവിച്ചിട്ട് ഇത് രണ്ടും ഉണ്ടാവുന്നുണ്ട്. എന്നിട്ട് ഈ സിസ്റ്റം എക്വിലിബ്രിയത്തിൽ എത്തിയെന്ന് അസ്യൂം ചെയ്യുകയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും കോൺസെൻട്രേഷൻ അറ്റ് ഇക്വിലിബ്രിയം ഇക്വിലിബ്രിയത്തിലുള്ള കോൺസെൻട്രേഷൻ വരും C മൈനസ് C ആൽഫ, ഇവിടെ C ആൽഫ, ഇവിടെ C ആൽഫ. ഇതിന്റെ കേസിൽ നമ്മൾ പറയണേ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ്. അപ്പോൾ ഈ വീക്ക് ആസിഡിന്റെ കേസിൽ ഒരു പ്രത്യേക ടേം അല്ലെങ്കിൽ ആസിഡിന്റെ കേസിൽ നമ്മൾ ആ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റിനെ Ka എന്നുകൊണ്ട് റെപ്രസെന്റ് ചെയ്യും. അതിന് നമ്മൾ പറയും ഡിസോസിയേഷൻ കോൺസ്റ്റന്റ് അല്ലെങ്കിൽ അയണൈസേഷൻ കോൺസ്റ്റന്റ് ഓഫ് ആസിഡ് എന്ന് പറയും. അത് Ka equal to C alpha square. കാരണം ഇവിടെ ഇതിന്റെ കോൺസെൻട്രേഷൻ C alpha ആണ്, ഇതിന്റെ കോൺസെൻട്രേഷൻ C alpha ആണ്. C alpha square divided by C into 1 minus alpha. അതായത് C minus C alpha നമുക്ക് C into 1 minus alpha എന്ന് എഴുതാൻ പറ്റും. ഇത് മാറിയിട്ട് വരും C alpha square divided by 1 minus alpha എന്നുള്ള രീതിയിൽ വരും. ഇതാണ് Ka എന്ന് പറയുന്നത് ഈ വീക്ക് ആസിഡിന്റെ കേസിൽ. ഇനി ഈ Kന്റെ സിഗ്നിഫിക്കൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ Kന്റെ വാല്യൂയിൽ നിന്ന് നമ്മൾക്ക് ഈ Kന്റെ വാല്യൂ വലുതാണെങ്കിൽ നമ്മൾ പറയും ആ ആസിഡ് സ്ട്രോങ് ആസിഡ് ആണെന്ന് പറയും. കാരണം അത് Kന്റെ വാല്യൂ വലുതാവാന്ന് പറഞ്ഞാൽ C ആൽഫ ഈ വാല്യൂ കൂടുതലാണെന്നാണ്. വേറെ രീതിയിൽ പറയുകയാണെങ്കിൽ പ്രൊഡക്റ്റിന്റെ കോൺസെൻട്രേഷൻ കൂടുതലാണെന്നാണ്. അല്ലെങ്കിൽ ആ ആസിഡ് പെട്ടെന്ന് ഡിസോസിയേറ്റ് ചെയ്തിട്ട് ഈ രണ്ട് കാര്യങ്ങളായിട്ട് മാറും. ഇനി Kന്റെ വാല്യൂ കുറവാണെങ്കിൽ സ്വാഭാവികമായിട്ടും ആസിഡിന്റെ സ്ട്രെങ്ത് അതിന്റെ ബേസിൽ നമ്മൾ പറയും റിലേറ്റീവ്ലി അത് കുറവാണെന്ന് പറയും, അല്ലെങ്കിൽ ആസിഡ് വീക്ക് ആസിഡ് ആണെന്ന് പറയും. എനിവേ Ka നമ്മൾ കോൺസെൻട്രേഷന്റെ ബേസിൽ Ka ഈക്വൽ ടു H3O പ്ലസ് ഇൻറ്റു X മൈനസ് ഡിവൈഡഡ് ബൈ HX ഈ രീതിയിലും Ka നമ്മൾക്ക് ഡിനോട്ട് ചെയ്യാൻ പറ്റും. pH എന്ന കാര്യം നമ്മൾ കേട്ടുള്ളതാണ്. pH എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈനസ് ലോഗ് ബേസ് 10 ആക്ടിവിറ്റി ഓഫ് H പ്ലസ് ആയതാണ് pH. അത് പല രീതിയിൽ നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. ഒരു സ്ഥലത്ത് നമ്മൾ കണ്ട് pKw അല്ലേ, അതുപോലെ pKa എന്ന് പറയുമ്പോൾ
അത് മൈനസ് ലോഗ് കെ മൈനസ് ലോഗ് കെ നമ്മൾ പി കെ എ എന്നുകൊണ്ട് റെപ്രസെന്റ് ചെയ്യും. ഡിഫറെന്റ് ആസിഡുകളുടെ കേസിൽ അതിന്റെ അയണൈസേഷൻ കോൺസ്റ്റന്റ് വാല്യൂ നമുക്ക് അറിയണമെങ്കിൽ അയണൈസേഷൻ കോൺസ്റ്റന്റ് വാല്യൂ ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ഓഫ് ആസിഡും അറിയണമെങ്കിൽ നമുക്ക് അതിൽ നിന്ന് ഇക്വിലിബ്രിയം കോൺസെൻട്രേഷൻ ഓഫ് എനി സ്പീഷീസ് ഇക്വിലിബ്രിയത്തിൽ അസിസ്റ്റ് എത്തിക്കഴിഞ്ഞാൽ ഏത് സ്പീഷീസിന് ഇക്വിലിബ്രിയം കോൺസെൻട്രേഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. അതുപോലെ ഡിഗ്രി ഓഫ് അയണൈസേഷൻ ആൽഫ ഡിറ്റർമിൻ ചെയ്യാൻ പറ്റും. പിന്നെ പി എച്ച് സൊല്യൂഷന്റെ പി എച്ചും ഡിറ്റർമിൻ ചെയ്യാൻ പറ്റും. ഇനി ഇവിടെ തന്നിട്ടുള്ളത് ചില ആസിഡുകളെ കുറച്ച് വീക്ക് ആസിഡുകളെ ഡിസോസിയേഷൻ കോൺസ്റ്റന്റ് വാല്യൂ ആണ്. ഹൈഡ്രോഫ്ലോറിക് ആസിഡ് HF അതിന്റെ വാല്യൂ വരും 3.5 ന്യൂട്ടൺ റേസ് ടു -4. നൈട്രസ് ആസിഡ് HNO2 4.5 ന്യൂട്ടൺ റേസ് ടു -4. ഫോമിക് ആസിഡ് HCOH അതിൽ 1.8 ന്യൂട്ടൺ റേസ് ടു -4. പിന്നെ നിയാസിൻ ആണെങ്കിൽ C5H4NCOH ആണ്, അത് 1.5 ന്യൂട്ടൺ റേസ് ടു -5. അസറ്റിക് ആസിഡ് CH3COH 1.74 ന്യൂട്ടൺ റേസ് ടു -5. ബെൻസോയിക് ആസിഡ് ആണെങ്കിൽ C6H5COH ആണ്, അതിന്റെ വാല്യൂ വരുന്നത് 6.5 ന്യൂട്ടൺ റേസ് ടു -5 ആണ്. ഇനി ഹൈപ്പോക്ലോറസ് ആസിഡ് HClO അതിന്റെ വാല്യൂ വരുന്നത് 3.0 ന്യൂട്ടൺ റേസ് ടു -8 ആണ്. ഇനി അതിനുശേഷം ഹൈഡ്രോസയനിക് ആസിഡ് HCN ന്റെ അയണൈസേഷൻ കോൺസ്റ്റന്റ് വാല്യൂ 4.9 into 10 raised to -10 ആയിട്ടാണ് വരുന്നത് HCN. ഇനി ഫിനോളിന്റെ അയണൈസേഷൻ കോൺസ്റ്റന്റ് വാല്യൂ വരുന്നത് ഇതിലും താഴെ ആയിരിക്കും, അത് 1.3 into 10 raised to -10 ആയിരിക്കും. ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കുന്നത് അയണൈസേഷൻ കോൺസ്റ്റന്റ് വാല്യൂ ഏതിലാണോ കൂടുതലായിട്ടുള്ളത് അത് സ്ട്രോങ് ആയിട്ടുള്ള ആസിഡ് ആയിരിക്കും. ഇവിടെ ഇങ്ങനെ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും നൈട്രസ് ആസിഡ് ഹൈഡ്രോഫ്ലോറിക് ആസിഡിനെക്കാട്ടി സ്ട്രോങ് ആണ്. കാരണം ഇതിന് 4.5 ന്യൂട്ടൺ റേസ് ടു -4 ആണ്, ഇതിന് 3.5 ന്യൂട്ടൺ റേസ് ടു -4 ആണ്. ഇനി ഇതിലൊക്കെ വീക്ക് ആയിട്ടുള്ള ആസിഡാണ് ഫോമിക് ആസിഡ്, കാരണം 1.8 ആണ് വരുന്നത്. 10 to the power കൂടെ നോക്കണം, ഇവിടെ 10 റേസ് ടു -4 ആണ് ഇതൊക്കെ. ഇനി ഫോമിക് ആസിഡിനെക്കാട്ടി വീക്ക് ആയിട്ടുള്ള ആസിഡാണ് നിയാസിൻ, അതിലും വീക്ക് ആയിട്ടുള്ള ഫോമിക് ആസിഡിനെ അസിറ്റിക് ആസിഡ് കമ്പയർ ചെയ്യുമ്പോൾ അസിറ്റിക് ആസിഡ് ആണ് വീക്ക് ആയിട്ടുള്ള ആസിഡ് ഇതിനെ രണ്ടിനും കമ്പയർ ചെയ്യുമ്പോൾ. ബെൻസോയിക് ആസിഡ് ഇതിലും കുറച്ചും കൂടി സ്ട്രോങ് ആയിട്ടുള്ള ആസിഡാണ്. പക്ഷെ HClO അത് വളരെ വീക്ക് ആയിട്ടുള്ള ആസിഡാണ്, ഇതിനൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ 3.0 into 10 raised to -8 ആണ്. ഇനി ഹൈഡ്രോസയനിക് ആസിഡ് ആണെങ്കിൽ അത് ഇതിൽ ഏറ്റവും ഇവിടെ തന്നിട്ടുള്ള വീക്ക് ആയിട്ടുള്ള ആസിഡാണ്, 4.9 into 10 raised to -10 ആണ് ഇതിന്റെ കെയുടെ വാല്യൂ വരുന്നത്. ഇനി ഫിനോളിന്റെ കേസിൽ അത് ഏകദേശം ഒരു 1.3 into 10 raised to -10. അപ്പൊ ഫിനോള് ഇത്തരം ആസിഡുകളെ കമ്പയർ ചെയ്യുമ്പോൾ അതിൽ ഏറ്റവും വീക്ക് ആയിട്ടുള്ള ഒരു ആസിഡാണ് ഫിനോൾ. അയണൈസേഷൻ ഓഫ് വീക്ക് ബേസ് പറയുകയാണെങ്കിൽ ബേസിനെ നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും MOH. അക്വ സൊല്യൂഷനിൽ ആ ബേസ് M+OH- ആയിട്ട് മാറും. അയണൈസേഷൻ ഓഫ് വീക്ക് ബേസ് ഒരു ബേസിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യണം MOH അക്വസ് മീഡിയത്തിലാണ്, അത് M+ aqueous plus OH- aqueous ആയിട്ട് മാറും. ഇതിന്റെ കേസിൽ ഈ ബേസിന്റെ ഡിസോസിയേഷൻ അല്ലെങ്കിൽ ഈ ഒരു ഇക്വിലിബ്രിയം കോൺസ്റ്റന്റിനെ നമുക്ക് എഴുതാൻ പറ്റും ഇതിന്റെ കോൺസെൻട്രേഷൻ ഡിവൈഡഡ് ബൈ ഇതിന്റെ കോൺസെൻട്രേഷൻ. ആസിഡിന്റെ കേസിൽ നമ്മൾ പറഞ്ഞ പോലെ ഈ ബേസിന്റെ ഇനീഷ്യൽ കോൺസെൻട്രേഷൻ C ആയിട്ട് എടുക്കാം. അതേപോലെ തന്നെ എക്സ്റ്റെൻഡ് അറ്റ് വിച്ച് ദ ബേസ് ഡിസോസിയേറ്റ് അതിനെ ആൽഫ ആയിട്ട് എടുക്കാം, അല്ലെങ്കിൽ ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ ഓഫ് ബേസ് ആൽഫ എന്നുള്ള രീതിയെ റെപ്രസെന്റ് ചെയ്യണമെങ്കിൽ നേരത്തെ നമ്മൾ ആസിഡിന്റെ കേസിൽ പറഞ്ഞ അതേ കാര്യങ്ങൾ ഇതിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കിട്ടും ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് K = C ആൽഫ all square divided by C into 1 - alpha എന്ന് കിട്ടും. ഇനി ഇത് ബേസിൻ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ആണ്, ഇതിനെ KB എന്നുകൊണ്ട് റെപ്രസെന്റ് ചെയ്യും. അതായത് അയണൈസേഷൻ കോൺസ്റ്റന്റ് അല്ലെങ്കിൽ ഡിസോസിയേഷൻ കോൺസ്റ്റന്റ് ഓഫ് ബേസ് എന്ന് പറയും ഈ KB. ഇത് വരും C alpha square divided by 1 - alpha എന്നുള്ള രീതിയിൽ വരും. ഇനി വേറെ രീതിയിൽ ഇതിനെ പറയാൻ പറ്റും നമുക്ക്, അതായത് കോൺസെൻട്രേഷൻ ബേസിൽ ജസ്റ്റ്
ഇതിനെങ്ങനെ എഴുതാം? OH മൈനസ് ഇൻറ്റു M പ്ലസ് ഡിവൈഡ് ബൈ MOH. ഇതും ബേസിന്റെ അയണൈസേഷൻ കോൺസ്റ്റന്റിനെ ഈ രീതിയിലും റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. ഇനി ഈ കേബിന്റെ വാല്യൂ കൂടുന്നതിനനുസരിച്ച് നമ്മൾ പറയും അത് കമ്പാരേറ്റീവ്ലി കുറച്ച് കേബിന്റെ വാല്യൂസിനെ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഏതിനാണോ ഏത് കേബിക്കാണോ ഹയർ വാല്യൂ ഉള്ളത്, ഏത് ബേസിന്റെ കേബിക്കാണോ ഹയർ വാല്യൂ ഉള്ളത് അത് സ്ട്രോങ് ബേസ് ആണെന്ന് പറയും. കെയുടെ വാല്യൂ പറഞ്ഞ പോലെ തന്നെ. ഇതുപോലെ pH ഈക്വൽ ടു മൈനസ് ലോഗ് ആക്ടിവിറ്റി ഓഫ് H പ്ലസ് അയൺ അല്ലെങ്കിൽ മൈനസ് ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് H പ്ലസ് അയൺ എന്ന് പറയും. ഇതേപോലെ നമുക്ക് PKB എന്നൊരു കാര്യത്തിനെ കൂടി ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. PKB എന്ന് പറയുന്നത് അത് മൈനസ് ലോഗ് KB ആണ്. മൈനസ് ലോഗ് KB നമ്മൾ PKB എന്ന് പറയും. ചില വീക്ക് ആസിഡുകളിലെ വാല്യൂ ഓഫ് അയണൈസേഷൻ കോൺസ്റ്റന്റ് ഇവിടെ കാണിച്ചിട്ടുണ്ട്. അപ്പൊ ഈ വാല്യൂസ് നമ്മൾ ഓർത്തെക്കണമെന്നില്ല, എങ്കിൽ കൂടി ഇതിന്റെ ഒരു സീക്വൻസ് അറിയുകയാണെങ്കിൽ നന്നായിരിക്കും. അതിന്റെ ഏതാണ് കൂടുതൽ സ്ട്രോങ് ആയിട്ടുള്ള ബേസ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഡൈ മീഥൈൽ അമൈൻ ആണെങ്കിൽ CH3 twice NH അതിന്റെ KBയുടെ വാല്യൂ 5.4 × 10⁻⁻⁴ ആണ്. ഇനി ട്രൈഇഥൈൽ അമൈൻ ആണെങ്കിൽ CH5 twice N അതിന്റെ 6.45 × 10⁻⁵ ആണ്. ഇതിന്റെ 10⁻⁴ ഇത് 10⁻⁵ ആണ്. അമോണിയ ഇതിലും വീക്ക് ആയിട്ടുള്ള ബേസ് ആയിരിക്കും. NH3 അല്ലെങ്കിൽ അമോണിയം ഹൈഡ്രോക്സൈഡ് ഫോമിൽ 1.77 × 10⁻⁵ ആണ്. അതുപോലെ തന്നെ പിരിഡിൻ ആണെങ്കിൽ C5H5N അതിന് 1.77 × 10⁻⁹ ആണ്. ഇതിനെ കമ്പയർ ചെയ്യുമ്പോൾ ഇത് ലീസ്റ്റ് ബേസിക് ആണ്, ഇത് ലെസ് ബേസിക് ആണ്. യൂറിയ ആണെങ്കിൽ CONH2 twice അതിന്റെ 1.3 × 10⁻14 ആണ്. അപ്പോൾ യൂറിയന്റെ കേസിൽ നമുക്ക് പറയാൻ പറ്റും ഇതിൽ ഏറ്റവും ബേസിസിറ്റി കുറവായിട്ടുള്ളത് യൂറിയക്കാണ്. അതുപോലെ പിരിഡിൻ എന്ന് പറയുന്നത് അതിന്റെ ബേസിസിറ്റി ഡൈഥൈൽ അമൈനെ കമ്പയർ ചെയ്യുമ്പോൾ അതേപോലെ തന്നെ അമോണിയനെ ട്രൈഥൈൽ അമൈനെ കമ്പയർ ചെയ്യുമ്പോഴൊക്കെ കുറവാണ് പിരിഡിന്റെ ബേസിസിറ്റി. ഇനി അനിലിന്റെ ബേസിസിറ്റി നോക്കുകയാണെങ്കിൽ അനിലിന്റെ ബേസിസിറ്റി പിരിഡിനെ കാട്ടി കുറവായിരിക്കും. അനിലിന്റെ ബേസിസിറ്റി അതായത് KBന്റെ വാല്യൂ അനിലിൻ്റെത് ഈ പിരിഡിന്റെയും താഴായിട്ടാണ് വരുന്നത്. KAയും KBയും തമ്മിലുള്ള റിലേഷനാണ്. KA-KB എന്നുള്ളത് KA എന്നുള്ളതിൽ നിന്ന് നമുക്ക് ഒരു ആസിഡിന്റെ സ്ട്രെങ്ത്തും അതേപോലെ തന്നെ KB ഇത് അയണൈസേഷൻ കോൺസ്റ്റന്റ് ഓഫ് ബേസ് അതിൽ നിന്ന് നമുക്ക് ബേസിന്റെ സ്ട്രെങ്ത്തും പലപ്പോഴും അതിന്റെ വാല്യൂസ് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ അതായത് ഡിഫറെന്റ് ആയിട്ടുള്ള ബേസിന്റെ KBന്റെ വാല്യൂസ് ഇങ്ങനെ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഏതാണ് കൂടുതൽ വലിയ വാല്യൂ വരുന്നത് അത് സ്ട്രോങ് ബേസ് ആയിരിക്കും. ആസിഡിന്റെ കേസിലും സിമിലർ ആയിട്ട്. ഒരു കോൺജുഗേറ്റ് ആസിഡിനെയും ബേസിനെയും കൺസിഡർ ചെയ്യണമെങ്കിൽ ഇതിന്റെ കേസിൽ ഏതെങ്കിലും ഒരു ഫാക്ടർ നമ്മൾ കണ്ടുപിടിക്കുകയാണെങ്കിൽ വേറൊന്ന് ഈസി ആയിട്ട് ഏതെങ്കിലും ഒരു ഫാക്ടർ നമുക്ക് അറിയുകയാണെങ്കിൽ വേറൊന്ന് ഈസി ആയിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ അതിന് എക്സാമ്പിൾ ആയിട്ട് NH3 അതേപോലെ തന്നെ NH4+ ഇതിനെ രണ്ടിനെയും കൺസിഡർ ചെയ്യാം. NH4+ വാട്ടർ അതിനെ ആസിഡായിട്ട് കൺസിഡർ ചെയ്യാം. അത് വാട്ടറിൽ ഡിസോസിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ NH3യും H3O+ ആയിട്ട് മാറും. ഇതുപോലെ NH3 വാട്ടറിനായിട്ട് റിയാക്ട് ചെയ്തിട്ട് NH4+ഉം OH- ആയിട്ട് മാറും. ഈ രണ്ട് റിയാക്ഷൻ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യണമെങ്കിൽ ഈ കേസിൽ NH4+ H2O ഫോം NH3+ H2O Ka എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് NH3 into H3O+ divided by NH4+ ആയിരിക്കും. 298 കെൽവിനിൽ ഈ കാര്യത്തിന്റെ എക്സ്പെരിമെന്റിൽ ഡിറ്റർമിൻഡ് ആയിട്ടുള്ള വാല്യൂ അല്ലെങ്കിൽ Ka ന്റെ വാല്യൂ ഈ കേസിൽ വരുന്നത് ഏകദേശം 5.6 into 10⁻⁻10 ആണ്. അപ്പൊ ഇതിനെ നമ്മൾ കൺസിഡർ ചെയ്തിട്ടുള്ളത് ആസിഡ് ആയിട്ടാണ്. ഇനി ബേസ് അതായത്
NH3. NH3 വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ അത് NH4 പ്ലസും അതേപോലെ തന്നെ OH മൈനസ് ആയിട്ട് മാറും. ഇവിടെ നമുക്ക് KB എഴുതാൻ പറ്റും. KB എന്ന് പറയുന്നത് NH4 പ്ലസിന്റെ കോൺസെൻട്രേഷൻ ഇൻറ്റു OH മൈനസിന്റെ കോൺസെൻട്രേഷൻ ഡിവൈഡഡ് ബൈ NH3 ന്റെ കോൺസെൻട്രേഷൻ ആയി. ഇത് ഈ വാല്യൂ 298 കെൽവിൻ ഇത് വരുന്നത് 1.8 into 10⁻⁻⁵ ആണ്. ഇനി ഈ രണ്ട് റിയാക്ഷൻ നമ്മൾ ആഡ് ചെയ്യണമെങ്കിൽ ഇതിനെ കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കിട്ടും. ഇവിടെ രണ്ട് സൈഡിൽ NH3 ഉണ്ട്, NH3 ക്യാൻസൽ ആയിട്ട് പോകും. ഇനി NH4 പ്ലസ് രണ്ട് സൈഡിലുണ്ട്, അതും ക്യാൻസൽ ആയിട്ട് പോകും. പിന്നെ ഉള്ളത് ഇവിടെ ഒരു H2O, ഇവിടെ ഒരു H2O, 2H2O, ഇവിടെ H3O പ്ലസ് ഉണ്ട്, ഇവിടെ OH മൈനസ് ഉണ്ട്. അതായത് ഈ റിയാക്ഷൻ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും 2H2O gives H3O plus plus OH minus. ഇതിന്റെ കേസിൽ KW എന്നിട്ട് നമുക്ക് എഴുതാൻ പറ്റും. അത് H3O plus into OH minus ആണ്. ഇവിടെ KW ഈ രീതിയിൽ വരും. ഇനി എങ്ങനെയാണ് ഇത് കിട്ടിയത് എന്നുള്ളത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഈ രണ്ട് കോൺസ്റ്റന്റ്സ്, അതായത് KA KB, ഇതിന്റെ പ്രോഡക്റ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നുണ്ട് KW. അപ്പൊ ഈ റിയാക്ഷനെ ആഡ് ചെയ്തപ്പോഴാണ് നമുക്ക് ഇങ്ങനെ ഒരു റിയാക്ഷൻ കിട്ടിയത്. അതിൽ നിന്നാണ് നമ്മൾ KW കാണുന്നത്. പിന്നെ വേറെ രീതിയിൽ ഞാൻ പറയാണ്, ഈ KA അതേപോലെ KB ഇതിന്റെ പ്രൊഡക്റ്റ് എടുക്കുമ്പോൾ നമുക്ക് കിട്ടും. ഇതിന്റെ പ്രൊഡക്റ്റ് എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ ഈ ഒരു രീതിയിലുള്ള ഒരു കാര്യമാണ് കിട്ടുക. നെറ്റ് റിയാക്ഷൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കുന്നത്, നെറ്റ് റിയാക്ഷന് നമുക്ക് കിട്ടിയത് ഈ രീതിയിലായിരുന്നു. OH മൈനസ് H3O പ്ലസ് ഇത് 2H2O ൽ നിന്ന് കിട്ടും. 2H2O gives OH മൈനസ് H3O പ്ലസ് ആയിരുന്നു. അപ്പൊ ഈ റിയാക്ഷന് നമുക്ക് കിട്ടുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു രീതിയിൽ പറയുകയാണെങ്കിൽ KBന്റെയും പ്രൊഡക്റ്റ് ചെയ്യുമ്പോൾ ഇത് കിട്ടും. അത് നോക്കാം. KA നമ്മൾ പറഞ്ഞ് NH3 H3O plus divided by NH4 plus ആണ്. KB NH4 plus into OH minus divided by NH3 ആയിരുന്നു. ഈ രണ്ട് KA into KB ചെയ്യുമ്പോൾ ചെയ്ത് കഴിഞ്ഞാൽ ഇതിനെ രണ്ടിനെ പ്രൊഡക്റ്റ് എടുക്കുകയാണ്. അപ്പൊ ഇവിടെ NH3 ഉണ്ട്, ഇവിടെ NH3 ഉണ്ട്. പ്രൊഡക്റ്റ് എടുക്കുമ്പോൾ ഇവിടെ ഈ രണ്ടെണ്ണം ക്യാൻസൽ ചെയ്ത് പോകും ഇതിനെ പ്രൊഡക്റ്റ് എടുക്കുമ്പോൾ. അതുപോലെ NH4 പ്ലസ് ഇവിടെ ഉണ്ട്, NH4 പ്ലസ് ഇവിടെ ഉണ്ട്, അത് രണ്ട് ക്യാൻസൽ ആവും. പിന്നെ KB എടുത്തു കഴിഞ്ഞാൽ ബാക്കി ഉണ്ടാവുക H3O പ്ലസ് ഇൻറ്റു OH മൈനസ് ആണ്. ഇനി KBന്റെ വാല്യൂ, അതായത് നമ്മൾ പറഞ്ഞു Kന്റെ വാല്യൂ എന്നത് ഇത് നമ്മൾ പറയാൻ പറ്റും. ഇത് ഏകദേശം 5.6 into 10⁻⁻10 ആയിരുന്നു. അതുപോലെ തന്നെ KBന്റെ വാല്യൂ വന്നത് 1.8 into 10⁻⁻5 ആയിരുന്നു. അപ്പൊ ഇതിനെ ഈ രണ്ട് കാര്യങ്ങളെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും 10⁻⁻14. അതായത് ആ സമയത്ത് ഈക്വൽ ആയിരിക്കും KW. KW എന്ന് പറഞ്ഞാൽ 10⁻⁻14 ആണ്. അയണിക് പ്രൊഡക്റ്റ് ഓഫ് വാട്ടർ. അയണിക് പ്രൊഡക്റ്റ് ഓഫ് വാട്ടർ ഈക്വൽ ആണ് നമ്മൾ മനസ്സിലാക്കി KA into KB. അത് 298 കെൽവിൻ. അത് ഇത് ടെമ്പറേച്ചർ ഡിപെൻഡന്റ് ആയിട്ടുള്ള ഫാക്ടേഴ്സ് ആണ് ഈ കാര്യങ്ങളൊക്കെ. ഇനി ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് രണ്ട് റിയാക്ഷൻ ആഡ് ചെയ്തിട്ട് കിട്ടുന്ന ഒരു റിയാക്ഷന്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ്. രണ്ട് റിയാക്ഷൻ ആഡ് ചെയ്തിട്ട് കിട്ടുന്ന ഒരു റിയാക്ഷൻ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് എന്നാണത് ഇൻഡിവിജ്വൽ റിയാക്ഷന്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റിന്റെ പ്രൊഡക്റ്റ് ആയി. രണ്ട് റിയാക്ഷൻ ആഡ് ചെയ്തിട്ട് കിട്ടുന്ന ഒരു റിയാക്ഷൻ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് എന്നാണത് ഇൻഡിവിജ്വൽ റിയാക്ഷന്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റിന്റെ
പ്രൊഡക്റ്റ് ആയിരിക്കും. ഇവിടെ നമുക്ക് അതിനെ ഈ രീതിയിൽ പറയാൻ പറ്റും, കെ ഡബ്ല്യു ഈക്വൽ ടു കെ ഇൻറ്റു കെ ബി, അല്ലെങ്കിൽ കെ ടോട്ടൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് K1 ഇൻറ്റു K2 ഇൻറ്റു K3 എന്നുള്ള രീതിയിൽ നമുക്ക് എഴുതാൻ പറ്റും. കെ ഡബ്ല്യു ഈക്വൽ ടു കെ എ ഇൻറ്റു കെ ബി നമുക്ക് പറയാം അറ്റ് 298 കെൽവിനിൽ ഇതിന്റെ വാല്യൂ ഒരു 10⁻⁻14. ഇനി ഇതിന്റെ ഇക്വേഷന്റെ അതിന്റെ എല്ലാ സൈഡിലും മൈനസ് ലോഗ് ബേസ് 10 എടുക്കുകയാണ് വിചാരിക്കും. ഇത് വരും മൈനസ് ലോഗ് ബേസ് 10 കെ ഡബ്ല്യു ഈക്വൽ ടു മൈനസ് ലോഗ് ബേസ് 10 കെ എ പ്ലസ് മൈനസ് ലോഗ് ബേസ് 10 കെ ബി ഈക്വൽ ടു മൈനസ് ലോഗ് ബേസ് 10⁻⁻14 എന്ന് വരും. അതായത് മൈനസ് ലോഗ് ബേസ് 10 കെ ഡബ്ല്യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പി കെ ഡബ്ല്യു ആണ്, പി കെ ഡബ്ല്യു. പിന്നെ അതേപോലെ തന്നെ മൈനസ് ലോഗ് ബേസ് 10 കെ എന്ന് പറയുമ്പോൾ അത് പി കെ ആണ്, പി കെ. ഇത് വരും മൈനസ് ലോഗ് ബേസ് 10 കെ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പി കെ ബി ആണ്, ഈക്വൽ ടു മൈനസ് ലോഗ് ബേസ് 10⁻⁻14 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വരും 14. അറ്റ് 298 കെൽവിൻ, കാരണം ഇത് ടെമ്പറേച്ചർ ഡിപെൻഡന്റ് ആണ്. ഈ രീതിയിലുള്ള ഒരു റിലേഷൻ നമുക്ക് കിട്ടും. പി കെ ഡബ്ല്യു ഈക്വൽ ടു പി കെ പ്ലസ് പി കെ ബി ഈക്വൽ ടു 14.